ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടത് നമ്മുടെ മാതൃരാജ്യം അല്ലേ. ഏത് പൊന്നു മോൻ വന്നിട്ട് ഇങ്ങോട്ട് ആക്രമിച്ചു തന്നാൽ തിരിച്ചടിയെന്ന് പറഞ്ഞാൽ അടിക്കും എന്നുള്ളത് അതിനുള്ള കപ്പാസിറ്റിയും കഴിവും നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ചെയ്യും. അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു പ്രധാന കാരണം, ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പലർക്കും ഉള്ളത്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും അയക്കാത്ത നമ്മളെ ക്ലാസ്മേറ്റുകൾ, സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആൾക്കാർ സത്യത്തിൽ ഈ യുദ്ധം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഒരു പ്രശ്നങ്ങൾ നടന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഉള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഒരു ഇസ്ലാം തീവ്രവാദികൾ, ഇസ്ലാമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള മട്ടിൽ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഒരുപാട് മെസ്സേജ് ഡയറക്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും അയക്കാത്ത സുഹൃത്തുക്കൾ ഞാനൊരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഒരിടത്തൊരു സംഘർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ഞാനാണ്, അല്ല എൻ്റെ വർഗ്ഗങ്ങളാണ്, എൻ്റെ മതമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാതെ പറയുന്ന പല വിധത്തിലുള്ള പോസ്റ്ററുകളാണ് എനിക്ക് അയച്ചുകൊണ്ടേയിരുന്നത്. മറുപടിയായിട്ട് ഞാൻ അതിനെ വലിയ ഗൗരവത്തിലെടുക്കാതെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാറുണ്ടെങ്കിൽ ആ ഒരു 10-25 നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോൾ, ഇന്ത്യയിൽ നിന്ന് കൊല്ലപ്പെട്ടപ്പോൾ ആരെപ്പോലെ നമ്മൾക്കും അതിന് സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ് ഉള്ളത് അല്ലേ. അങ്ങനെയാണ് സംഭവം. നമ്മുടെ കൂടപ്പുറപ്പ് തന്നെയാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളവർ. പക്ഷേ അതിൻ്റെ പിന്നാലെ വന്ന വാർത്തകൾ നോക്കുമ്പോൾ ഒരുപാട് പേരെ പിടിക്കപ്പെട്ടു. അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരെയും സഹായിച്ചവരെയും പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട ഒരു 10-14 പേര് ഞാൻ പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതിലൊന്നും മുസ്ലിംസിൻ്റെ ഒരു പേര് കണ്ടില്ല. പല രീതിയിലുള്ള ആൾക്കാരും പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നവരും ഈ പല ഉന്നതന്മാരും ഇതിൻ്റെ പിന്നിൽ അവർക്ക് ചാരന്മാരായി പാകിസ്ഥാന് വേണ്ടിയിട്ടും മറ്റും ഒറ്റുകൊടുത്തിട്ട് പിടിക്കപ്പെട്ട ഒരു വാർത്തകൾ ഉള്ളതാണോ ഇല്ലത്താണോ എന്നറിയില്ല, സോഷ്യൽ മീഡിയയിലൂടെ കാണാനും കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമല്ല ചെയ്തതെന്ന് സത്യം. അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റൊരു രാജ്യമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, അല്ലാണ്ട് അത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു യുദ്ധം ചെയ്യുമ്പോൾ അത് തീർത്തും മുസ്ലിം എന്നുള്ള മട്ടിലാണ് ചിലരുടെയൊക്കെ ഒരു ധാരണ എനിക്ക് കാണാനും അറിയാനും തോന്നിയത്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇടുന്നത്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ കൂടെ പഠിച്ചതും ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടായാലും മറ്റുള്ളവരോടായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ അന്യ രാജ്യങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അയൽ രാജ്യങ്ങൾ വന്നിട്ട് നമ്മളെ ദ്രോഹിക്കുമ്പോൾ അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടുക എന്ന് അതേ ഉള്ളൂ. ഓക്കെ, എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയേണ്ട വർഗീയ ചിന്താഗതികളോ അല്ല ഇതിൻ്റെ ഉള്ളിലുള്ളവരെ പേര് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ഇരിക്കുന്നത് അവനവൻ്റെ മാന്യതയ്ക്ക് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. BJP ഭരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നമുള്ളതുകൊണ്ട് BJP സർക്കാർ ആണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതിപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താകുമ്പോൾ അത് അവർക്കായിരിക്കും. അപ്പോൾ അതിനുപരി മറ്റൊന്നും ഇതിനെ കാണേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെയായാലും നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണ് എന്നാണല്ലോ നമ്മൾ ചെറുതിലെ പഠിച്ചു വരുന്നത്. അതേപോലെ നമുക്ക് എല്ലാവർക്കും സഹോദരന്മാരായി നല്ല സമാധാനത്തോടു കൂടി വർഗീയ ചിന്താഗതികളും വർഗീയ സ്വഭാവങ്ങളും നമ്മളെ ഉള്ളിൽ വെക്കാതിരിക്കുക
ഓക്കെ.